സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ ഇഷ്ടമാണ്. എന്നാൽ ഞാൻ ഒരു കഥ പറഞ്ഞുതരാം. എൻ്റെ കഥയുടെ പേര് യേശുവിനെ സാക്ഷ്യം വഹിച്ചവർ. യഹൂദർ സമരിയക്കാരെ സങ്കരവർദ്ധമായി കരുതിയിരുന്നതിനാൽ യഹൂദർ സമരിയക്കാരോട് സംസാരിക്കുകയോ അവരിൽ നിന്ന് ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യാതിരുന്ന ഒരു കാലഘട്ടം. സമരിയക്കാരുടെ തീറ്റയും കുടിയും നിമിത്തം അവരെ അശുദ്ധരായിട്ടാണ് യഹൂദർ കണക്കാക്കിയിരുന്നത്. എന്നാൽ ചരിത്രപുരുഷനായ യേശുവിന് ഇത്ര മാമൂലിലൊന്നും വിശ്വാസമുണ്ടായിരുന്നില്ല. സ്ത്രീകളെ വളരെ ബഹുമാനത്തോടെയാണ് അദ്ദേഹം കണ്ടിരുന്നത്. ഈ അവസരത്തിൽ ഈ കാലഘട്ടത്തിൽ സമരിയ എന്ന ഗ്രാമത്തിൽ ഒരു കൊച്ച വീട്ടിൽ സുന്ദരിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളുടെ സൗന്ദര്യം കണ്ട് പലരും അവളെ സ്വന്തമാക്കുവാനും അവളുമായി തെറ്റായ ബന്ധം പുലർത്തുവാൻ ആഗ്രഹിക്കുകയും അതിനോട് അവൾ സഹകരിച്ച് അങ്ങനെ ഒരു കുത്തഴിയ ജീവിതമാണ് അവൾ നയിച്ചിരുന്നത്. ഈ കാലഘട്ടത്തിൽ യേശുവും ശിഷ്യന്മാരും സമരിയയിലൂടെ കടന്നു പോവുകയായിരുന്നു. സിക്കാറിന് സ്ഥലത്തെത്തിയപ്പോൾ അവർ വളരെ ക്ഷീണിതരായി. അവർക്ക് വല്ലാതെ വിശന്നു. അവരുടെ കയ്യിൽ ഭക്ഷണമൊന്നും കരുതിയിരുന്നില്ല. അപ്പോൾ ദൂരത്ത് വെച്ച് തന്നെ അവർ ഒരു കിണർ കണ്ടു. ആ കിണർ യാക്കോബിന്റെ കിണർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കിണറിന് സമീപത്തിയപ്പോൾ ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഗുരു, അങ്ങ് ഇവിടെ ഇരുന്നോളൂ, ഞങ്ങൾ പോയി ഭക്ഷണം വാങ്ങിക്കൊണ്ട് വരാം. ഈശോ അവിടെ ഇരിക്കുമ്പോൾ ആരും വെള്ളം കോരാൻ വരാൻ സാധ്യമില്ലാത്ത ഒരു നട്ടുച്ച സമയത്ത് ഒരു സമരിയക്കാരി സ്ത്രീ വെള്ളം കോരാൻ കയറിയില്ലെന്ന് വെള്ളം കോരി. അപ്പൊ യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് യേശു എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. ആ സമയം യഹൂദരും സമരിയക്കാരും തമ്മിലുള്ള ശത്രുത അവൾ ഓർത്തു. ഉടനെ അവൾ പറഞ്ഞു, നീ ഒരു യഹൂദനായിരിക്കെ സമരിയക്കാരിയെ എന്നോട് കുടിക്കാൻ ചോദിക്കുന്ന എന്തേ? യഹൂദരും സമരിയക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ. യേശു അവളോട് പറഞ്ഞു, ദൈവത്തിന്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരുമെന്ന് ആവശ്യപ്പെടുന്ന ആരാണെന്നും നീ അറിഞ്ഞെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവിതം തരികയും ചെയ്യുമായിരുന്നു. ഉടനെ അവൾ പറഞ്ഞു, പെട്ടെന്ന് അവൾക്ക് മനസ്സിലായി, ഇത് സാധാരണ മനുഷ്യനല്ലേ, ഏതോ ദിവ്യശക്തിയുള്ള മനുഷ്യനാണ്. പെട്ടെന്ന് അവൾ സംസാരിച്ച ശൈലിക്ക് മാറ്റം വന്നു. അവർ വളരെ സൗമ്യമായി പറഞ്ഞു, പ്രഭോ, വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല, കിണറാണെങ്കിൽ ആഴമുള്ളതുമാണ്, പിന്നെ എവിടെ നിന്ന് നിനക്ക് ജീവിതം കിട്ടും? അങ്ങനെയോടെ പിതാവായ യാക്കോബിനെക്കാൾ വലിയവനാണോ? ഈശോ അവളോട് പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നതിന് നീ ഒരിക്കലും ദാഹിക്കുകയില്ല. ഉടനെ അവൾ പറഞ്ഞു, പ്രഭോ, ആ ജീവിതം എനിക്ക് തരിക, മേലിൽ എനിക്ക് ദാഹിക്കുകയില്ല, ഇനി ഒരിക്കലും വെള്ളം കോരാൻ വരികയും വേണ്ടല്ലോ. യേശു അവളോട് പറഞ്ഞു, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ടിരിക്കുക. ഉടനെ അവൾ മറുപടി പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. യേശു അവളോട് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ നിന്റെ ഭർത്താവല്ല. പെട്ടെന്ന് ഉണ്ടായി. തന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ തന്നോട് പറയുന്ന ഇദ്ദേഹം ഒരു പ്രവാചകനായിരിക്കുമോ എന്ന് അവൾ ചിന്തിച്ചു. പിന്നെ അവളെ ഒരു നിമിഷം കൂടെ അവിടെ നിന്നില്ല. തന്റെ കുടം കിണറ്റിൻകരയിൽ വെച്ചിട്ട് പട്ടണത്തിലേക്ക് ഒറ്റ ഓട്ടം. പട്ടണത്തിൽ കണ്ടവളോട് അവൾ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. അവൻ തന്നെയായിരിക്കുമോ ക്രിസ്തു? ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞവൾ അവളുടെ ശേഷിച്ച ജീവിതം ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാനായി നീക്കിവെച്ചു. കൂട്ടുകാരെ, നമുക്കും നമ്മുടെ ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കാനായി ഇറങ്ങി പുറപ്പെടാം. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.